എല്ലാവർക്കും നമസ്കാരം. പുത്തേറ്റ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മധ്യപ്രദേശ് കയറും. അപ്പോൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കുകളൊക്കെയാണ്. അപ്പോൾ അതെ, രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഗ്ലാസ്സിലൊക്കെ മഞ്ഞ് പിടിച്ചിരിക്കുന്നു. അപ്പോഴേ ഞാൻ രാവിലെ അതെ ചോറ് വെച്ചു, ചമ്മന്തി അരച്ചു, ദോശ ഇട്ടു. അപ്പോൾ അതെ കപ്പളങ്ങ അച്ചമ്മ അരിഞ്ഞു തന്നു. അപ്പോൾ അതോടെ നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ അതെ കടുക് പൊട്ടിക്കാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി കുത്തിരി ഇട്ടു. കുത്തിരി കടുക് ആദ്യം ഇടാം കേട്ടോ. കടുക് ആദ്യം ഇട്ടാലും മതി. കടുകായിരുന്നു ആദ്യം ഇടണ്ട. ഞാൻ പെട്ടെന്ന് കയ്യിലിരുന്നുകൊണ്ട് അതങ്ങിട്ട്. കുത്തിരി എന്നാ? കുത്തിരിയോ? അമ്മ ഇപ്പം എന്താ പറഞ്ഞേ? കടയിൽ മുമ്പ് ഇന്നത്തെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൊടുത്ത്. കുത്തിരി തന്നെ വേണമെന്നില്ല കേട്ടോ, ഏതരിയാണേലും കുഴപ്പമില്ല. ഈ കപ്പളങ്ങാത്തോരം വെക്കുമ്പോൾ ഇങ്ങനെ അരിയിട്ട് കടുക് വറക്കുന്നത് നല്ല. അതെ അതെ പച്ചമുളകും അരിയിട്ട് ഉള്ളിയൊക്കെ ഇട്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ രാവിലെ റെഡിയായി പോകുന്ന ഇപ്പോൾ പെഞ്ച് ടൈഗർ റിസർവിൻ്റെ അകത്ത്. അപ്പോൾ ഇപ്പം അച്ഛയ്ക്ക് അങ്ങോട്ട് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയി. അതെ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ ചിക്കൻ കുറവായിരിക്കും. പിന്നെ മധ്യപ്രദേശിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ഫുഡ് ഉണ്ടാക്കണമെങ്കിലോ എന്നോർത്ത് മേടിക്കാനായിട്ട് പോയി അച്ഛൻ അമ്മയും കൂടെ. അതെ അതെ, ദാമ ഇരുന്ന് കാർട്ടൂൺ കാണുന്നു. എന്തേ ആൻ്റെ അമ്മ വിനോദിച്ച എന്ത് ദാമി? മീൻ മേച്ചാനാണോ പോയത്? ചിക്കൻ മേച്ചാനല്ലേ പോയത്? ആണോ? അച്ഛമ്മ എന്തേ? അച്ഛമ്മ എന്തി? അച്ഛമ്മേനെ കണ്ടില്ലല്ലോ. ദാമയുടെ അടുത്തല്ലേ അച്ഛമ്മ ഇരുന്ന്. അച്ഛമ്മ എന്തി എന്നിട്ട്? അറിയത്തില്ലേ? എന്നായിരുന്നു കാർട്ടൂൺ കണ്ടോ? അച്ഛമ്മ എന്തിയ ദാമി? ഒങ്ങാൻ പോയോ? എന്നാ പോയി നോക്ക്. അമ്മി പമ്മിയാണോ പോന്നേ? എന്താ? അച്ഛമ്മ കിടന്നിറങ്ങി. ഇനി പോരാ, അച്ഛമ്മ ഇറങ്ങിക്കോട്ടേക്ക് പോരാ. അച്ഛമ്മ ജീപ്പ് സഫാരിക്ക് പോയിട്ടുണ്ടോ? അച്ഛമ്മേനും എന്നെ പോയിട്ടില്ല. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. നിങ്ങളെല്ലാരും കൂടെ ഉള്ളപ്പോൾ എന്നെ പേടിക്കാനേ. കാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ആനേനെയും പുലിനെയൊക്കെ കാണും. ഓ, ആരെ കണ്ടാലും പേടിയില്ല. ഇല്ലേ? അവരൊക്കെ അകലെ നിൽക്കുള്ളൂ. നമ്മൾ അവരുടെ അടുത്തോട്ട് പോകാതിരുന്നാൽ പോരെ. മതിയോ? ഈ ആൾക്കാരെല്ലാം ഉള്ളപ്പോൾ എന്നെ പേടിക്കാൻ. ടിക്കറ്റിൻ്റെ കാര്യം ഇതുവരെ കൺഫേം ആയില്ല. അതുകൊണ്ട് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ടിക്കറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. നമ്മൾ രാവിലെ എണീറ്റ് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ജംഗിൾ സഫാരി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ചോദിച്ചപ്പം ടിക്കറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. അതെ, യാത്ര മിക്കവാറും നമ്മൾ ഇവിടെ സ്റ്റേ ആയിരിക്കും. അതെ അതെ. ഇതിപ്പം 3 മണിക്കൂറായാലും വേണം അല്ലേ? 3 മണിക്കൂർ താഴെന്നാ പറഞ്ഞത്. അപ്പം ഇന്നിപ്പോൾ ഇത്തിരി തിരക്കുള്ളതുകൊണ്ട് ടിക്കറ്റൊക്കെ അത്യാവശ്യം ബുക്ക്ഡാന്നാ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ പെഞ്ച് ടൈഗർ റിസർവിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ കോഫി വന്നു. അമ്മ അച്ഛയ്ക്ക് അപ്പോൾ പുറത്തോട്ട് ടിക്കറ്റിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി അവരങ്ങ് പോയി. ഡാമിയാണെങ്കിൽ ഇവിടെ വലിയൊരു കളിയിലാണ്. കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുക, പക്ഷെ വരുന്നില്ല. ഒരു ചുള്ളിക്കമ്പ് പെറുക്കിക്കൊണ്ടിരിക്കുക. കാര്യമായിട്ട് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി കാപ്പി. കാപ്പി നല്ല കാപ്പിയാണ്, പക്ഷെ ഭയങ്കര ചൂടാണ്. എൻ്റെ നാക്കൊന്ന് പൊള്ളി. മധുരമൊക്കെ ഒന്നുമില്ല കേട്ടോ. മധുരമൊക്കെ കറക്റ്റ്. സാധാരണ ഇവിടെയൊക്കെ മധുരം കൂടുതലായിരിക്കും കാപ്പിക്ക്. ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇവിടുത്തെ പറമ്പിലുള്ള എല്ലാ ചുള്ളിയും പെറുക്കിക്കൊണ്ട് ദാമി വരുന്നതായിരിക്കും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. ഇന്ന് ഞങ്ങളുടെ കൊച്ച് ഈ ഇവിടെ പറമ്പിലുള്ള എല്ലാ ചുള്ളിക്കമ്പും പെറുക്കിക്കൊണ്ട് വരുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഗ്രില്ല് ചെയ്യാൻ പോവുക. അപ്പോൾ അതെ പോവാം. വണ്ടിയൊക്കെ വന്നു. ഈ ചേച്ചിയാട്ടോ നമ്മുടെ ഗൈഡ്. ചേച്ചി എടുത്ത ലോക്കലാണ്. ഹലോ, ഹായ്. അച്ഛമ്മ പിടിച്ചു പറിക്കോ? ഇവിടെ ഇരുന്നോ? ഈ സൈഡ് ഇവിടെ ഇരുന്നോ? സൈഡിൽ ഇവിടെ ഇരുന്നോ? ദാമി ഞാനിവിടെ ഒന്നിച്ചാ അല്ല ദാമി? ഞാനും ദാമിയും പൊന്നും ബാക്കിൽ. ചെടയിലൂടെ വരെ പൊന്നു നിൻ്റെ. ഞങ്ങളത് പെഞ്ച് ടൈഗർ റിസർവിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ദാമിയും പോയിരുന്നത്. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ദാമി ഒന്ന് ഉറങ്ങിപ്പോയി. ഇതേ ഒരു പീക്കോക്ക്, അതൊരു ആൺമയിലാണ്.
പുലിയോ? പുലി എവിടെയോ ഉണ്ട്, നമ്മൾ നോക്കണേ. കൊച്ചു കുരങ്ങനെ കണ്ടില്ലേ? വലിയ കുരങ്ങനെ കണ്ടില്ലേ? കണ്ടില്ലേ? ഇപ്പൊ പിന്നെ ആരെയാ കണ്ടത്? ആ, പുലിനെ കണ്ടാ മതിയോ? ആ, പുലി നമുക്ക് കാണാവേ. പുലി എപ്പോഴേലൊക്കെ വരും, അപ്പൊ കാണാം. ആ, രാത്രിയിലൊക്കെ കണ്ടു. രാത്രിയിൽ വരുമായിരിക്കും. ഇപ്പം നോക്കട്ടെ. ഇപ്പം നോക്കിയിരുന്നോണേ. നോക്കിയിരുന്നാലേ പുലിനെ കാണാൻ പറ്റുള്ളൂ. നോക്കിയിരുന്നോ. സിംഹം ഇല്ല, പുലിയേ ഉള്ളൂ. ഇത് പുലിയുടെ ഫോറസ്റ്റാ. സിംഹത്തിന് നമുക്ക് വഴിയൊപ്പിക്കാം, എവിടെന്നേലും കാണാം. അതാണോ സിംഹം? അവിടെ ആരും ഇല്ലല്ലോ. സിംഹത്തിന്റെ വീടാണോ? ആ, അങ്ങനെ പുലിയുടെ വീടും കാണും. നോക്കിയിരുന്നോ. സഫാരി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചായിരുന്നു. പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരെണ്ണം അതും, പിന്നെ അതൊരെണ്ണം എടുത്തു. ഇനി വേറെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ, സ്വെറ്ററും ക്യാപ്പും ഒക്കെ. അതൊന്നും വേണ്ട. അപ്പോൾ നമ്മളിതേ പെഞ്ച് ടൈഗർ റിസർവിൻ്റെ ഒരു ഇത് മാഗ്നറ്റ് മേടിച്ചു. പിന്നെ സ്കെയിൽ മേടിച്ചു. സ്കെയിലൊന്നും യൂസ് ചെയ്യാനല്ല, ജസ്റ്റ് ചുമ്മാ മെമ്മറിക്ക് വേണ്ടി വെക്കാൻ വേണ്ടി. എല്ലാം മെമ്മറിക്ക് വേണ്ടി സ്റ്റിക്കർ മേടിച്ചു. പിന്നെ ഒരു സ്റ്റിക്കർ ബുക്ക് മേടിച്ചു. 2 എണ്ണം മേടിച്ചു. ഒരെണ്ണം ദാമിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദാമിക്ക് മേടിച്ചു. ഇല്ലെങ്കിൽ അവിടെ വഴക്കുണ്ടാക്കുന്നു. ശരിക്കും രാജസ്ഥാൻ കയറിയിട്ടാണ് ഷോപ്പ് ചെയ്യാനുള്ളത്. ശരിയാ, ഞങ്ങളുടെ റിയൽ ഷോപ്പിംഗ് തുടങ്ങിയിട്ടില്ല. രാജസ്ഥാനിൽ കയറുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കുറേ സാധനങ്ങൾ മേടിക്കാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇഷ്ടം പോലെ. അതെ, അങ്ങനെ കുറേ സംഭവങ്ങളും മേടിച്ചോണ്ട് കുറേ സ്ഥലം കാണാനും വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലഡാക്കിന് പോയിട്ട് വന്നപ്പോൾ കുറേ മാഗ്നറ്റും കൊണ്ട് പോയായിരുന്നു. അത് കുറേ മാഗ്നറ്റിൻ്റെ ഇത് പോയി. ആ ഒരു മാഗ്നറ്റിൻ്റെ ഇത് പോയി. അപ്പം ഇനിയിപ്പം വേറെ കുറേ മാഗ്നറ്റുകൾ മേടിക്കണം. പക്ഷെ അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അതെ. എന്താ ദാമി? എന്താ ദാമിക്കൊന്നും മേടിച്ചില്ലല്ലോ. എന്താ വേണ്ടേ? ഒരു സ്റ്റിക്കർ. ഏത് സ്റ്റിക്കർ? എന്നോട് നമുക്ക് കുശുമ്പുണ്ടാക്കി. അപ്പം ഞാൻ സ്റ്റിക്കർ കൊടുക്കണം. ചോദിക്ക്, നന്നായിട്ട് ചോദിക്ക്. പൊന്നു ചേച്ചി തരുമോ പ്ലീസ്? എല്ലാരും പോയി, അതാണോ നോക്കുന്നേ? എല്ലാരും പോയി. ഒന്നുകൂടെ ചോദിര്. 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 ഒരു ഉമ്മയും കൂടെ തരുമോ? ഇങ്ങനെ മുതലെടുക്കാൻ പറ്റുള്ളൂ ഇവിടെ. അത് വേറെ, അത് ഞങ്ങക്ക്. അത് ചേച്ചന്മാർക്ക്. ചേച്ചന്മാരുടെ സെയിമാ. അത് സെയിം. അതേതുണ്ടോ? സെയിം. ദാമി ഒരു ഡാൻസ് കളി. ഡാൻസ് കളിക്കും ദാമി, നമ്മളിപ്പോ കളിച്ചാത്തെ. തുമുക്ക് കളിച്ചേ. അത് കളിക്ക് പ്ലീസ്. തുമുക്ക് കളിക്കുകയാണെങ്കിൽ ഞാൻ മറ്റേ വേറൊരു മിഠായി മേടിച്ചോണ്ട് വരാം. തുമുക്ക് കളി. തുമുക്ക് അത്രല്ല. ആ, ഞങ്ങള് തുമുക്ക് അതാ. ആ, എന്ത് ചെയ്യാമേ? മേക്കപ്പ് ചെയ്യാണോ? സുന്ദരിയായോ? അയ്യോ, ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല. അത് ഇത്തിരി അല്ലേ ഉള്ളൂ. ആ, കണ്ണെഴുതണോ? സുന്ദരിയാ? ആൻറ്റി അമ്മ എന്താ അവിടെ വെക്കുന്നേ? എന്ത്? കരികണ്ടല്ല, കരിങ്കോഴി കറി. ആ, കരിങ്കോഴി. ആ, മതിയെ പറഞ്ഞേ. നമ്മളെന്താ ജാമിക്കുട്ടി ഉണ്ടാക്കുന്നേ? നമ്മൾ ഉണ്ടാക്കുന്നേ ചിക്കൻ കറി. എന്നാ ചിക്കനാ? അപ്പോൾ ഞങ്ങൾ പെഞ്ച് ടൈഗർ റിസർവ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി അവിടുന്ന് ഇങ്ങ് വന്നു. അപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തി. അപ്പം ഞാനും ദാമിയും പൊന്നും കൂടെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇതുവഴി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതുവഴി അങ്ങ് പോകുമ്പോൾ ചുമ്മാ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ കടവഴിയൊക്കെ ചുമ്മാ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വെച്ച്. നല്ല തണുപ്പുണ്ട്. ഒരാൾക്ക് 2 കോലുമിഠായി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. അതാണ് ഈ ഇറക്കത്തിൻ്റെ മെയിൻ ഉദ്ദേശം. ബസ് സ്റ്റോപ്പാ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്.
നമ്മളിപ്പോൾ ഉള്ളത് സിയോനി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം സിയോനിലെ കവാസ അടുത്ത് ഇതെല്ലാം ഇവിടുത്തെ ചെരുപ്പ് കടകളാണ്. അത്യാവശ്യം തണുപ്പുണ്ട് വെളിയിൽ. ഇഷ്ടംപോലെ കമ്പിളിയും വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. വിൻ്റർ ക്ലോത്ത്സ്. പിന്നെ ഇത് കണ്ടോ, ഈ വെള്ള കോഴി നിൽക്കുന്നുണ്ടോ? ഇത് നമ്മൾ നാളെ മറ്റേ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പം അച്ഛനെ കൊണ്ടൊരു ചിക്കൻ കറി വെപ്പിച്ചില്ലേ? അത് ഈ കോഴിയാ. ഇത് മൊത്തം പൂവൻ കോഴിയാ, ഫുള്ള് പൂവൻ കോഴിയാ. ഇത് ഇവിടെ കൂടുതലും ഉള്ളത് ഈ കോഴി. 800 രൂപ അതിന് റേറ്റ്. എത്ര? 800 രൂപ അതിന് വില. ഇതെല്ലാം ഇവിടുത്തെ പാത്രക്കടകളാണ്. നല്ല രസമില്ലേ പാത്രം ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്. പാത്രം ഇരിക്കുന്ന രസമുണ്ട്. അതേ പറ ചൂലിരിക്കുന്നത് നോക്ക്. ആ ചൂലൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം കുറച്ച് പാത്രക്കടകളും പിന്നെ കുറച്ച് ഗ്രോസറി പലചരക്ക് പലചരക്ക് സാധനങ്ങൾ. അത് തന്നെ. ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്ന കട ഇതാ. ദാമിക്ക് ആവശ്യമുള്ള കടയാണ് ദാമി നോക്കുന്നത്. ഒരെണ്ണം കണ്ടു, നമ്മൾ വലിച്ചോണ്ട് പോന്നു. എന്തേലും വേണോ ദാമി? എന്തേലും വേണോ? ചെരുപ്പ് മതി. ചെരുപ്പ് ഷൂസ് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ മേടിക്കാം. അതെ, ഷൂസ് നമുക്കേ മഞ്ഞോടെ ചെല്ലുമ്പോൾ മേടിക്കാം. അതെടുക്കണേ, വെച്ചോ. ഇത് പിടിച്ചേ, ഇത് പിടി. അമ്മേനെ വിളിച്ചിട്ടേ പച്ചക്കറി എല്ലാം വേണം ചെയ്തേ. പച്ചക്കറി ഇപ്പം അത്യാവശ്യം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നത്. ഇല്ലേ പിന്നെ മേടിക്കാം. പച്ചക്കറി കട, പിന്നെ ചെറിയൊരു ടീയും സ്നാക്സും ഒക്കെ വയ്ക്കുന്ന കട, ചായക്കട. തണുപ്പുള്ളതുകൊണ്ട് അവിടെ ഓരോ ആൾക്കാരൊക്കെ ഇരുന്ന് തീ കായുന്നു. രാത്രിയിൽ വോക്കിന് ഇറങ്ങിയിട്ട് കൊള്ളാം, നല്ല രസമുണ്ട്. അതെ, എനിക്കിഷ്ടം ഇങ്ങനെ നടക്കാൻ പോകുന്നത് രാത്രിയിൽ. വൈകുന്നേരം ഒരാള് നടത്തമൊക്കെ നിർത്തി കയറി മടിച്ച് നടക്കുന്നില്ലേ ദാമി? കാല് മരിച്ചു, കൈ മരിച്ചു. അതെ അതെ, തണുക്കുന്നു. പറഞ്ഞല്ലേ വണ്ടിയിലിരുന്നോന്ന്. അതെ, മിഠായി മേടിച്ചോണ്ട് വരാന്ന്. ഞങ്ങള് നൈസായിട്ട് പറ്റിച്ചു. പക്ഷെ മിഠായി കട ഇല്ലായിരുന്നു. അപ്പുറത്തൊന്നും ഇല്ല. അതൊക്കെ പാത്രക്കടയൊക്കെ. കൊറേ കടകളെല്ലാം അടച്ചു. സത്യമാടാ, അല്ലടാ സത്യമാടാ, അങ്ങനെ പറയല്ലേടാ. അങ്ങനെ ഞങ്ങളെ കൊച്ചിനെ പറ്റിച്ച് തിരിച്ചു പോരാ. ഇന്നലെ നിനക്കല്ലായിരുന്നു കൊറേ മിഠായി ഇഷ്ട പല്ലിനേന? അതെ, പല്ലിനേനായിരുന്നല്ലോ. ഞാനിനി ഇവിടുന്ന് എവിടെ പോയി ഡോക്ടറെ കണ്ടുപിടിച്ചോണ്ട് വരും? ആശുപത്രി ഇല്ല ഇവിടെ. ഇവിടെ ആശുപത്രി ഇല്ല. അതെ, ഇവിടെ ആശുപത്രി ഇല്ല. നടന്ന് വണ്ടി എത്താറായി. വണ്ടിയുടെ അടുത്തെത്തി. നടപ്പൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു. അതെ, തിരിച്ചു വണ്ടിയെ കയറുകയാണ്. എന്തേലും കഴിക്കണം, കിടന്നുറങ്ങണം. ഇന്ന് ഫുൾ റെസ്റ്റ് ഡേ ആ. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. അപ്പൊ നാളെ നമ്മൾ രാവിലെ എണീറ്റ് യാത്ര തുടങ്ങാനാണ് പ്ലാൻസ്. ദാമി പാട്ട് പാടുന്നോ? പാട്ട് പാടും ദാമി. എനിക്ക് തണുക്കുന്നു. പോവച്ചേ, ഇവിടെ ഹൈവേ കൂടെ വണ്ടി പോകുന്നതിന്റെ സൗണ്ട് ആകുമ്പോ ഒന്നും കേക്കത്തില്ല. തണുപ്പുണ്ടല്ലേ, വണ്ടി തിരിക്കും പോകുന്ന ഈ തണുപ്പില്ല. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. കാറ്റുണ്ട്, അതിനായി തണുപ്പ്. അല്ലേ അത്ര പ്രശ്നമില്ല. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ ക്രോസ് ചെയ്താൽ ഇതുവഴി ഒന്ന് നടന്നേ. ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് പോവാം. വാ, നടന്നു. അവിടെ ഒരു മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നേ. ഞങ്ങൾ ഇവിടെ ഡിസ്കഷനാണ്, നടക്കണോ എടുക്കണോ. ക്രോസ് ചെയ്യാനല്ലേ അവളെ എടുത്തോ? അതെ. അപ്പം ഞങ്ങൾ ലോഡൊക്കെ കയറ്റി തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അതെ, ഇങ്ങ് നോക്കൂ ദാമി, നോക്ക്. ഒരു ഹായ് കൂടെ. തണുത്തിരിക്കുക. തണുക്കുന്നു. വേഗം വണ്ടിയെ കയറാം. അതെ, വണ്ടി എടുത്തോട്ട് പോവാം. അപ്പം നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. വണ്ടി കയറിക്കോ. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് നമ്മൾ കുറച്ചേ ഓടിയുള്ളൂ. എന്നിട്ട് നമ്മളിപ്പോൾ അതൊരു ധാബയുടെ പാർക്കിങ്ങിൽ നിർത്തി. ഇനിയിപ്പോൾ ഇവിടെ കിടക്കാൻ പോകാം എല്ലാവരും. ഇപ്പം അധികം ഓടുന്നൊന്നുമില്ല. നൈറ്റ് ഓടുന്നില്ല. അതെ, രാവിലെ എണീറ്റ് പോകാൻ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ദാമിക്കുട്ടിനെ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടത്തി. ഞാനും ദാമിക്കുട്ടിയും ചേച്ചിയും കൂടെ ഹാളിൽ.
ബാക്കി എല്ലാവരും റൂമിലും കയറി കിടന്നു. അപ്പം നമുക്ക് കിടക്കാം. ഗുഡ് നൈറ്റ്.